കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേസുകൾ പലപ്പോഴും നീണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു കേസ് കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, തീർച്ചയായും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഡിഫൻഡൻ്റ് എന്ത് ചെയ്യണം? 30 ദിവസത്തിനുള്ളിൽ അതിനുള്ള മറുപടി കോടതിയിൽ ഫയൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയാം. ഇനി 30 ദിവസം കഴിഞ്ഞിട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 90 ദിവസത്തിനുള്ളിൽ എന്താണ് ഫയൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്നും കൂടി പറഞ്ഞുകൊണ്ട് കോടതി അവർക്ക് എന്ത് ചെയ്യാം? മറുപടി ഫയൽ ചെയ്യാം. അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 30 ദിവസം കൂടി കൂട്ടി 120 ദിവസം വരെ അതിനുള്ള സാധാരണഗതിയിൽ കോടതികൾ അതിനുള്ള ഒരു സാവകാശം കൊടുക്കാറുണ്ട്. പക്ഷേ 120 ദിവസം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ട് പോലും കോടതിയിൽ അവർ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് നോക്കിയാൽ നമ്മുടെ ലൈഫിൽ 2 വർഷമാണ് പോയി പോകുന്നത്, കേസ് നീങ്ങുന്നില്ല. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്താൽ മാത്രമാണ് കോടതി സാധാരണഗതിയിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് അത് പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സമയം കളയുന്നതിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അതാണ് ചോദ്യം. മനസ്സിലായി? അതായത് നിയന്ത്രിതമായി റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാതെ എതിർഭാഗം കേസ് നീട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമുക്ക് കോടതിയിൽ ഒരു നോ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓർഡർ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്യാം. അതായത് നമ്മൾ കേസ് ഫയൽ ചെയ്തു, എതിർഭാഗം ഇതുവരെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ മറുപടി ഫയൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവർക്ക് ഇനി മറുപടി ഫയൽ ചെയ്യാനായിട്ടുള്ള അവസരം നിഷേധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ NWS പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്യുക. സിവിൽ പ്രൊസീജിയർ കോഡിലെ ഒരു ഓപ്ഷനാണ്. അങ്ങനെ ഫയൽ ചെയ്ത് കോടതിക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി എന്ത് ചെയ്യുന്നു? നോ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓർഡർ നമുക്ക് അനുകൂലമായി പാസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ഘട്ടത്തിലേക്ക് മൂവ് ചെയ്യാം. അത് എക്സ് പാർട്ടി ഓർഡറിലേക്കോ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേസിനെ മൂവ് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇത് സാധിക്കും. മനസ്സിലായത്? അപ്പോൾ പല ആൾക്കാരും മറുപടി കിട്ടാത്ത കാരണം കൊണ്ട് വർഷങ്ങളോളം കേസ് നീണ്ടുപോകുന്ന സിറ്റുവേഷൻസിൽ ഈ ഒരു മെത്തേഡ് NWS എന്ന് പറയുന്ന സിവിൽ പ്രൊസീജിയർ കോഡിലെ ടെക്നിക്ക് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേസ് നമുക്ക് നീട്ടി കൊണ്ടുപോകാൻ പറ്റും. എന്ന് മാത്രമല്ല, NWS നമ്മൾ ഓർഡർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർഭാഗത്തിന് അത് സെറ്റ് അസൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ സെറ്റ് അസൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു നിശ്ചിത സംഖ്യ കോസ്റ്റായിട്ടും കോടതിയിൽ നിന്ന് നമുക്ക് മേടിക്കുവാനായിട്ട് പറ്റും എന്നുള്ള ഒരു പോയിന്റും കൂടി മനസ്സിലാക്കാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.